പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ന്യൂസുമായിട്ട് വന്നിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടറായ നിഖിലിൻ്റെ ലേറ്റസ്റ്റ് ട്വീറ്റുകളെ കുറിച്ചുള്ള ന്യൂസുമായിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചിനെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിഖിൽ അതിനെക്കുറിച്ച് പ്രതികരണം നടത്തിയിരിക്കുകയാണ്. നിഖിൽ അതിനെക്കുറിച്ച് കുറേ നെഗറ്റീവായ ന്യൂസസ് പലതും കണ്ടതായിട്ട് നിഖിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഫാൻസിൻ്റെ ഇടയിൽ നെഗറ്റീവ് ഇംപ്രഷനാണ് പുതിയ കോച്ചിനെ കുറിച്ച് ഉള്ളത് എന്നുള്ളത്. അതായത് സാധാരണ നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ അറിയാലോ, ഒരു സൈനിങ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയായിരിക്കും, ഭയങ്കര ഹൈപ്പായിരിക്കും സൈനിങ്ങിനെ കുറിച്ച് ഉണ്ടാവും. പക്ഷേ ഈ കോച്ചിനെ കുറിച്ച് അത്ര ഹൈപ്പില്ല. അതായത് വലിയൊരു ഇൻട്രസ്റ്റഡ് അല്ല ഫാൻസ് എന്നുള്ള നിലക്കാണ് നിഖിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് കാര്യമാക്കേണ്ട, ഇവിടെ നന്നായി പെർഫോം ചെയ്യുമെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്നതെന്നാണ് നിഖിൽ പറയുന്നത്. നമുക്കതല്ല പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓവൻ കോയൽ, ചെന്നൈനെ കപ്പടിച്ചിട്ടുള്ള ഓവൻ കോയലായാലും, ഇപ്പോൾ ISL തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സെർജിയോ ലൊബേറ ചൈനീസ് ലീഗിൽ നിന്നാണ് വരുന്നത്. അവിടെ പോലും അത്ര വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാതാണ് ഇന്ത്യ വന്നിട്ട് ഇത്ര അടിപൊളിയായിട്ട് ഒഡീഷയെ ഇപ്പോൾ പെർഫോം ചെയ്യുന്നത്. ഒഡീഷനെയും മുംബൈ സിറ്റിനെയും അടിപൊളിയായിട്ട് കോച്ചിങ് ചെയ്തിട്ടുള്ളൊരു കോച്ചാണ് ലൊബേറ. ഓവൻ കോയലാണെങ്കിൽ ISL ചാമ്പ്യന്മാരായിട്ടുള്ള, ISL ഒരു പ്രാവശ്യം ചെന്നൈയിലെ ചാമ്പ്യന്മാരാക്കിയിട്ടുള്ള കോച്ചാണ് ഓവൻ കോയൽ. അപ്പോൾ ഈ കോച്ചിനെ നമുക്ക് അങ്ങനെ ഓവറായിട്ട് പ്രതീക്ഷിക്കാതിരിക്കണ്ട, നന്നായി പെർഫോം ചെയ്യുമെന്ന് തന്നെ വിചാരിക്കാം. നമുക്ക് ഏതായാലും സീസൺ തുടങ്ങിയതിൻ്റെ ശേഷം അതിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ സീസണിൽ ഡൂറൻ കപ്പിന് മുമ്പേ ടീം സെറ്റാക്കും എന്നുള്ളത് ഇപ്പോൾ നിഖിൽ കൊടുത്ത ട്വീറ്റിൽ പറയുന്നുണ്ട്. സാധാരണ നമുക്കറിയാം ESLൻ്റെ ഒരാഴ്ച മുമ്പൊക്കെ നമ്മുടെ ഫോറിൻ സൈനിങ്സ് കംപ്ലീറ്റ് ആവാറുള്ളത്. ഇപ്പോൾ നിഖിൽ പറയുന്നു ഡൂറൻ കപ്പിൽ, അതായത് നമുക്ക് ഇന്ത്യയിൽ ആദ്യം വരുന്ന കപ്പാണ് ഡൂറൻ കപ്പ്, അതിൻ്റെ മുന്നോടിയായിട്ടാണ് ടീം മൊത്തം സെറ്റാക്കുമെന്നാണ് നിഖിൽ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിക്കാം, ഒരു ഫുൾ സ്ക്വാഡോടുകൂടിയുള്ള ISL തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ഫുൾ സ്ക്വാഡായിട്ട് നമുക്കൊരു ISL ഒരു 2 മാസം മുമ്പ് ടീം മൊത്തം ഫുള്ളായി സെറ്റാവുമെന്ന് വിചാരിക്കാം. ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിലുള്ള അപ്ഡേറ്റുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.